ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. എന്താണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, പഠിച്ചുകൊണ്ടിരിക്കുന്നത് മെഷേഴ്സ് ഓഫ് ഡിസ്പേഴ്സൺ അല്ലെങ്കിൽ വാരിയബിലിറ്റി, അതിനെ കുറിച്ചിട്ടാണ്. എല്ലാവർക്കും അറിയുന്നുണ്ടോ? നോക്കൂ, നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സീരീസിന്റെ തുടക്കത്തിൽ സ്റ്റാറ്റിസ്റ്റിക്സിനെ കുറിച്ച് പറയുകയും സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആവറേജ്, മീൻ, മീഡിയൻ, മോഡ്, ഹാർമോണിക് മീൻ, ജോമെട്രിക് മീൻ, അതിനുശേഷം നമ്മൾ ഡിസ്പേഴ്സണിലേക്ക് വന്നു. ഡിസ്പേഴ്സൺ എന്താണെന്നുള്ളത് നമ്മൾ അതിലെ ഇൻട്രൊഡക്ഷൻ വ്യക്തമായിട്ട് പറയുന്നു. അതിന്റെ ഡിസ്പേഴ്സന്റെ ഡിഫറെന്റ് പാർട്സ്, അതിൽ ഒന്നാമത്തെ ടൈപ്പാണ് നമ്മൾ ആവറേജ് ഡിസ്പേഴ്സണൽ റേഞ്ച് എന്നുള്ള പേര് നമ്മൾ പറഞ്ഞത്. ആ റേഞ്ചിലെ ഇൻഡിവിജ്വലും ഡിസ്ക്രീറ്റ് ആൻഡ് കണ്ടിന്യൂസ് പറഞ്ഞു കഴിഞ്ഞു, നിങ്ങൾക്കറിയാം. ഇനി നമ്മൾ അടുത്തത് വരുന്നത് രണ്ടാമത്തെ മെഷേഴ്സ് ഓഫ് ഡിസ്പേഴ്സൺ ക്വാർട്ടൈൽ ഡീവിയേഷൻ ആണ്. നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ഹെഡിങ്ങിൽ കാണാം, ക്വാർട്ടൈൽ ഡീവിയേഷൻ, ഷോർട്ട് ഫോം QD. ആദ്യത്തെ അക്ഷരങ്ങൾ ക്വാർട്ടൈൽ ഡീവിയേഷൻ QD എന്നുള്ള അക്ഷരം ഇനി നമ്മൾ ഉപയോഗിക്കും. ഈ ക്വാർട്ടൈൽ ഡീവിയേഷനെ കുറിച്ച് പറയുമ്പോൾ അതെന്താണെന്ന് ഒന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തത ഉണ്ടാവുള്ളൂ. നേരിട്ട് പ്രോബ്ലത്തിലേക്ക് കടക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾക്ക് ഇന്നിവിടെ നോക്കാം, ഒന്ന് ചർച്ച ചെയ്യാം. നോക്കൂ, ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ക്വാർട്ടൈൽ ഡീവിയേഷൻ? ക്വാർട്ടൈൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ക്വാർട്ടർ എന്നുള്ള മീനിങ്ങിൽ നിന്നാണ് ക്വാർട്ടൈൽ എന്നുള്ള പേരുണ്ടായത്. ഫൈനൽ മത്സരങ്ങൾ, ഫൈനൽ ഒരു മത്സരം, സെമി 2 മത്സരം, ക്വാർട്ടർ 4 മത്സരങ്ങൾ. ക്വാർട്ടൈൽസ് 4 പാർട്ട് എന്നുള്ള അർത്ഥം വരുന്നത്. എന്നാൽ ഇവിടെ എന്താണ് ക്വാർട്ടൈൽ ഡീവിയേഷൻ? ഇവിടെ എങ്ങനെയാണ് നമ്മൾ ഈ 4 പാർട്ടുകളിലൂടെ ഡിസ്പേഴ്സൺ കാണുന്നത്? ശ്രദ്ധിക്കുക. ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ അതിനെ ഡിഫൈൻ ചെയ്യുന്നത്, ക്വാർട്ടൈൽ ഡീവിയേഷൻ is defined as the half of the difference between third and first quartile എന്നുള്ളതാണ്. കൃത്യമായിട്ട് നമ്മൾ എഴുതി വെക്കണം. പറഞ്ഞതാണ് ഫസ്റ്റ് ക്വാർട്ടൈൽ, തേർഡ് ക്വാർട്ടൈൽ. അത് ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം പറയാം. തേർഡ് ക്വാർട്ടൈൽ, ഫസ്റ്റ് ക്വാർട്ടൈൽ, അങ്ങനെയും പറയാം. ഇവ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുമ്പോൾ വ്യത്യാസം കാണാൻ വേണ്ടി വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറച്ചാൽ മതി. ഓട്ടോമാറ്റിക്കലി തേർഡ് ക്വാർട്ടൈലാണ് വലുതാവുക. അപ്പൊ Q3 - Q1 ചെയ്താൽ നിങ്ങൾക്ക് ഡിഫറൻറ്റ് കിട്ടിയില്ലേ? ക്വാർട്ടൈൽസ് തമ്മിലുള്ള വ്യത്യാസം കിട്ടി. അതിന്റെ ഹാഫ് എന്നാണ് പറയുന്നത്. ഹാഫ് എന്ന് പറഞ്ഞാൽ ബൈ 2 അഥവാ പകുതി. അഥവാ തേർഡ് ക്വാർട്ടൈലും ഫസ്റ്റ് ക്വാർട്ടൈലും തമ്മിലുള്ള വ്യത്യാസത്തിന്റെ പകുതി എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന മെത്തേഡാണ് ക്വാർട്ടൈൽ ഡീവിയേഷൻ ഉപയോഗിക്കുന്നത്. എന്ത് കാണാൻ? ഡിസ്പേഴ്സൺ കാണാൻ, അല്ലെങ്കിൽ വാരിയബിലിറ്റി കാണാൻ. നമ്മൾ തുടക്കത്തിലെ ഇതിലെ ഇൻട്രൊഡക്ഷൻ അഥവാ ഡിസ്പേഴ്സന്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ വ്യക്തമായിട്ട് അത് എന്താണെന്ന് പറയുന്നുണ്ട്. അത് നിങ്ങൾ ഒന്നുകൂടി നോക്കിയതിന് ശേഷം ഇവിടേക്ക് വരണം. അപ്പോൾ നിങ്ങൾ ഡെഫിനിഷൻ ആദ്യം എഴുതി വെക്കുന്നു. എന്താണ് ഡെഫിനിഷൻ? ക്വാർട്ടൈൽ ഡീവിയേഷൻ ഈസ് ദ ഹാഫ് ഓഫ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ഫസ്റ്റ് ക്വാർട്ടൈൽ ആൻഡ് ദ തേർഡ് ക്വാർട്ടൈൽ എന്നുള്ളതാണ്. എഴുതി വെച്ചതിന് ശേഷം നമുക്ക് ഇവിടെ വരാം. നോക്കൂ, അങ്ങനെയാണെങ്കിൽ QD ക്വാർട്ടൈൽ ഡീവിയേഷൻ കാണാൻ ഇക്വേഷൻ ഞാനിവിടെ കാണിച്ചിരിക്കുന്നു. Q3 - Q1/2. ഓക്കെ ആണല്ലോ? അപ്പൊ ഇക്വേഷൻ നോക്കി നമുക്ക് ഡെഫിനിഷൻ എഴുതാൻ സാധിക്കും. വളരെ സിമ്പിൾ. ശ്രദ്ധിക്കുക. നോക്കൂ, ഇതിന്റെ കോഎഫിഷ്യന്റ് കാണുകയാണെങ്കിൽ, ഞാൻ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് എന്താണോ ഇവിടെ നിങ്ങൾ ക്വാർട്ടൈൽ ഡീവിയേഷൻ അല്ലെങ്കിൽ എന്താണോ നിങ്ങൾ ഇക്വേഷൻ ആയിട്ട് എഴുതുന്നത് അതുമായി റിലേറ്റ് ചെയ്തിട്ട് തന്നെ ആയിരിക്കും. ഇതെന്താണെന്ന് നമ്മൾ പറയുന്നുണ്ട്, നോക്കണം. നോക്കൂ, ക്വാർട്ടൈൽ ഡീവിയേഷൻ Q3 - Q1/2 ആണെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് QD എന്ന് പറയുന്നത് Q3 - Q1/Q3 + Q1 എന്നുള്ള ഇക്വേഷനാണ്. ആ ഇക്വേഷനും നിങ്ങളൊന്ന് എഴുതി വെച്ചു, ആദ്യമേ എഴുതി വെച്ചു. അതിനുശേഷം മാത്രം ബാക്കി വന്നത്. ഞാൻ പറയുന്നു ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് നിങ്ങൾ ഹെഡിങ് എഴുതിക്കുന്നു, കൃത്യമായിട്ട് നോട്ട് തയ്യാറാക്കുക. ക്വാർട്ടൈൽ ഡീവിയേഷന്റെ ബ്രാക്കറ്റിൽ QD എന്നിട്ടേക്കും. അതിനുശേഷം ഡെഫിനിഷൻ നമ്മൾ മുകളിൽ കാണിച്ച കാര്യം ഡെഫിനിഷനായിട്ട് എഴുതി വെക്കും. അതിനുശേഷം നിങ്ങൾ ഇക്വേഷനിലേക്ക് വരും, ഇക്വേഷൻ എഴുതി വെക്കും. അതിനുശേഷം ഞാൻ പറയുന്ന ഭാഗം നോക്കാം. ഞാനിതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരികയാണ്. എങ്ങനെയാണ് ക്വാർട്ടൈൽ ഡീവിയേഷന് ഇങ്ങനെ ഒരു പേര് വരാൻ, അല്ലെങ്കിൽ എന്താണ് ഈ സംഭവം? നോക്കൂ, എന്റെ കയ്യിലൊരു വടി ഉണ്ടെന്ന് വിചാരിക്കും.
ഇതൊരു സ്കെയിലാണ്, അടിയല്ല. ഇത് ഞാൻ കൃത്യമായിട്ട് രണ്ട് തുല്യ പാർട്സ് ആക്കി മുറിക്കണമെങ്കിൽ ഇതിന്റെ മിഡിൽ കട്ട് ചെയ്താൽ മതി അല്ലെ? ശരിയല്ലേ? ഇങ്ങനെ വെച്ച് ഞാൻ ഇവിടെ ഒന്ന് കാണിക്കുന്നു. നോക്കൂ നിങ്ങൾ, ഒരു ലൈൻ ഒരു വടിയാണെന്ന് വിചാരിച്ചെങ്കിൽ ഇതിന്റെ സെന്ററിൽ ഞാൻ കട്ട് ചെയ്യും. അപ്പൊ ഇത് എത്ര കഷ്ണമായി മാറി? രണ്ട് കഷ്ണമായി മാറി. ശരിയല്ലേ? 2 equal parts, രണ്ട് കഷ്ണമായിട്ട് മാറി, രണ്ട് തുല്യമായ കഷ്ണങ്ങളായി മാറി. ഇനി ഇതിനെ ഞാൻ ഒരു കഷ്ണം കൂടി ആയിട്ട് നോക്കിയാണ്, ആദ്യമോ അവസാനമോ, അതായത് ഈ പകുതിയെ ഞാൻ ഇവിടെ ഒരു വട്ടം കൂടി കട്ട് ചെയ്തു. അപ്പൊ ഇത് വീണ്ടും ഈ ഭാഗം വീണ്ടും ചെറിയ രണ്ട് കഷ്ണങ്ങളായി മാറി. ഞാൻ ഇതിന് മുൻപും രണ്ട് ഭാഗമായിട്ട് മുറിച്ചു എന്ന് വിചാരിച്ചോ, തുല്യമായ രണ്ട് കഷ്ണം എന്ന് വിചാരിച്ചോ. അപ്പൊ ഞാൻ മുറിച്ചത് 1 അല്ലെ, ഒരു കഷ്ണം, പിന്നെ ഇവിടെ വേറെ കഷ്ണം, പിന്നെ ഇവിടെ വേറെ കഷ്ണം, മൊത്തം 3 കഷ്ണങ്ങൾ മുറിച്ചു. ശരിയല്ലേ? അതായത് ഒരു ഒന്നാമത്തെ വെട്ട് ഇവിടെ ആണെങ്കിൽ രണ്ടാമത്തെ വെട്ട് ഇവിടെ വെട്ടി, മൂന്നാമത്തെ ഇവിടെ വെട്ടി, 3 കഷ്ണങ്ങൾ. അഥവാ 3 കഷ്ണങ്ങളാണ്, അല്ല 3 കഷ്ണമല്ല 4 കഷ്ണങ്ങൾ, 3 വെട്ട് വെട്ടി എന്ന് വിചാരിക്കാം. 3 ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്തു? കട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ 4 തുല്യമായ കഷ്ണങ്ങൾ കിട്ടിയില്ലേ? കിട്ടിക്കഴിഞ്ഞു. ഇത് 4 ക്വാർട്ടൈൽസ് ആണ്. ഇതിനെ ആദ്യത്തെ എവിടെയാണോ മുറിച്ചത് അവിടെ നമ്മൾ എന്ത് പറയും? Q1, ഫസ്റ്റ് ക്വാർട്ടൈൽ എന്നർത്ഥം. ഇനി രണ്ടാമത് നമ്മൾ മുറിച്ച് മിഡിലാണ്, അത് Q2. മനസ്സിലായിട്ടുണ്ടാവും. മൂന്നാമത് നമ്മൾ മുറിച്ച ഭാഗത്തെ Q3 എന്നുള്ള പേര് കൊടുക്കും. മനസ്സിലായില്ലേ? ദിസ് ഈസ് കോർട്ടെക്സ്. ഞാൻ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു എളുപ്പവഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 100 വരെ നിങ്ങൾ 1 2 3 4 അങ്ങനെ എഴുതി 100 വരെയുള്ള സംഖ്യയാണെന്ന് വിചാരിക്കും. 100നെ നിങ്ങൾ തുല്യമായ 4 കഷ്ണങ്ങളാക്കി മുറിക്കുന്നുവെങ്കിൽ 25ൽ ഒരു വെട്ട്, ശരി, 50ൽ രണ്ടാമത്തെ വെട്ട്, ശരി, 75ൽ മൂന്നാമത്തെ വെട്ട്, ശരി, അങ്ങനെ അടിച്ചാൽ 3 വെട്ടുകൾ 25ൽ 50ൽ 75, 4 തുല്യമായ കഷ്ണങ്ങളായി മാറി. ഓക്കെ, 25 25 25 പാർട്ടുകളായി. ശരിയല്ലേ? ദാറ്റ് ഈസ് കോർട്ടെക്സ്. ഒരു എളുപ്പം പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക. അങ്ങനെ അടിച്ചാൽ 3 ക്വാർട്ടൈൽസ് കൊണ്ട് 4 കഷ്ണങ്ങളാക്കി മുറിക്കാൻ പറ്റുന്നുണ്ട്. ശരിയല്ലേ? അങ്ങനെയാണ് ക്വാർട്ടർ ഡീവിയേഷൻ എന്നുള്ള പേര് ഇതിൽ വന്നത്. ഡിവൈഡ് ചെയ്യപ്പെട്ടു ക്വാർട്ടൈൽസിനെ വെച്ച്. ക്ലിയർ? ഇനി ഇത് വെച്ച് നമ്മൾ എങ്ങനെ പ്രോബ്ലം ചെയ്യുന്നു എന്ന് പറഞ്ഞത് തൊട്ട് മുൻപ് ഒരു കാര്യം ശ്രദ്ധിക്കുക. Q2 എന്ന് പറയുന്നത് നമ്മുടെ ഇക്വേഷനിൽ ഇല്ല. Q2 ഇല്ല, ശരിയല്ലേ? നോക്കൂ, ഇല്ല. Q2 മീഡിയൻ ആണെന്ന് അറിഞ്ഞിരിക്കണം. Q2 എന്താണ്? മീഡിയൻ ആണ്. ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. അങ്ങനെ ഒരു വര വരച്ച് ഇങ്ങനെ കഷ്ടമാക്കി ഈ കാര്യം ഇങ്ങനെ തന്നെ നോട്ട് ചെയ്തിരിക്കും. Q2 എന്താണ്? മീഡിയൻ അഥവാ സെക്കൻഡ് ക്വാർട്ടൈൽ എന്നാണ് പറയുന്നത്. സെക്കൻഡ് ക്വാർട്ടൈൽ മീഡിയൻ ആണ്. അപ്പൊ നിങ്ങൾ മീഡിയൻ മുൻപ് പഠിച്ചിട്ടുണ്ടല്ലോ. ഇനി അഥവാ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ അവിടേക്ക് പറഞ്ഞ് താഴേക്ക് ഇറങ്ങി നോക്ക്, വീഡിയോ താഴെ കാണുന്നത് മീഡിയൻ നോക്കിയാൽ കാണും. അപ്പൊ മീഡിയൻ എന്താണോ അത് ചെയ്യുന്നതിന് സമാനമാണ് ഇതും ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി വെക്കുക. ക്ലിയർ? അങ്ങനെ വെച്ചാൽ ഫസ്റ്റ് ക്വാർട്ടൈൽ തേർഡ് ക്വാർട്ടൈൽ നമ്മൾ മീഡിയൻ ചെയ്തതിന് സമാനമായ രീതിയിൽ കാണുന്നു. കണ്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? ഈ പറയപ്പെടുന്ന ക്വാർട്ടർ ഡീവിയേഷൻ കാണും. മനസ്സിലായിട്ടുണ്ടോ എന്താണ് ക്വാർട്ടർ ഡീവിയേഷൻ എന്നുള്ളത്? അപ്പൊ ഇത്രയും നിങ്ങൾ എഴുതിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത പ്രോബ്ലത്തിലേക്ക് വരാം. ഓക്കെ, എന്നാൽ നമുക്ക് തൊട്ടടുത്ത വീഡിയോ ആയിട്ട് എന്താണ് ചെയ്യാം? തൊട്ടടുത്ത വീഡിയോ നമ്മൾ ഇൻഡിവിജ്വൽ സീരീസിൽ എങ്ങനെ ക്വാർട്ടർ ഡീവിയേഷൻ കാണുന്നു എന്നുള്ളതാണ്. അപ്പൊ എല്ലാവരും കാണുക. ഇത് എടുത്തതിന് ശേഷം നമുക്ക് ആ ഭാഗത്തേക്ക് വരാം. ഓക്കെ.